ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉച്ചയുണ്ണൊക്കെ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. അവസാനം നമുക്ക് നോക്കാം എന്താണെന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കറി മസാല. ഇതാണ് നമ്മുടെ സീക്രട്ട് ഐറ്റം, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പപ്പടം. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കണത്. ഒരു പാനിൽ പപ്പടം വറുക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില 2 തണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഉപ്പ് കുറച്ചിട്ടാൽ മതി. പപ്പടത്തിൽ ഉപ്പുണ്ട് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ തന്നെ ജീരകവും, പിന്നെ നമ്മുടെ പച്ചമുളകും ഒന്ന് മുറിച്ചിടണം, പിന്നെ കറി മസാല ഒരു ശകലം ഇടണം കേട്ടോ. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാവേ. ഇതുപോലെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനിത് പപ്പടമൊക്കെ എല്ലാം വറുത്തെടുക്കുകയാണേ. ഇപ്പോൾ എത്ര പപ്പടം എന്നൊന്നൊരു കണക്കില്ല, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പപ്പടം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ വന്ന് പാലാൻ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് വേണ്ടത്. ഇനി ഒരു രീതിക്ക് നമുക്കറിയാമല്ലോ, ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ. ഈ രീതിക്ക് എല്ലാം ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇത് ഭയങ്കരമായിട്ടൊന്ന് ഫൈനാവരുത്, ഈ ഒരു കണക്കിന് എടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഒരു സവാള ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ ഒരു കണക്കിന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ എന്താ, സാധാരണ പോലെ നമ്മൾ തോരൻ ഉണ്ടാക്കൽ തന്നെ. അപ്പം ഞാനിപ്പം പപ്പടം വറുത്ത പാനിൽ തന്നെ ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് ഞാനിപ്പം കടുക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഒരു പിടി കറിവേപ്പില ചേർക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്കിത് ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കാവേ. തേങ്ങയും സവാളയും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പപ്പടം നമുക്കിതിലോട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുവരെ ഇതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിലിപ്പോൾ 1/2 ടീസ്പൂണ് ഈ സ്റ്റേജിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലിപ്പോൾ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അധികം വെക്കരുത്, ഇതും കരിഞ്ഞു പോകും. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മളൊരു തോരൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.